വനത്തിലൂടെ വനത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ വനത്തിൽ കൂടി പോകുന്ന ഒരു യാത്രയാണിത്. കണ്ടോ, വേറെ വീടുകളോ ഒന്നുമില്ല, പക്ഷെ നല്ലൊരു ഇറക്കമാണ് റോഡൊക്കെ. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ബാക്കിലേക്ക് കാണിച്ചു തരാതെ കുറേ തേനുകളൊക്കെ ഉണ്ട്. പെരുന്തേനൊക്കെ ഒത്തിരി നല്ല വലിയ ഹൈറ്റുള്ള മരത്തിലാണ് അത് കൂടുതലും കൂടൊക്കെ വെക്കുന്നത്. ഇത് കണ്ടില്ലേ? നിങ്ങൾ ഈ വഴി കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു പോകണം. അപ്പോഴേ അതിൻ്റെ ഒരു നിശബ്ദതയും കാടിൻ്റെ ആ ഭംഗിയൊക്കെ ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾ ഇതുവഴി ഒന്ന് നടക്കണം, അല്ലേ ഏട്ടായി? ഞാനും ഏട്ടായും കൂടെ ബൈക്കിന് വന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ചിറ്റാറിൽ നിന്ന് തണ്ണിത്തോട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് ഇത്. കാട്ടിക്കൂടിയാണ് ഇത്. നമ്മുടെ ശബരിമല പാതയാണ്. ഇതുവഴി വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഹൈവേ ആണ് കേട്ടോ. കോന്നി മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാനുള്ള ഹൈവേ റോഡാണ് ഇത്. കണ്ടോ, ഇത്രയും നല്ല റോഡ് ടൈലൊക്കെ ഇട്ട് ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വലിയ വലിയ മരങ്ങളാണ് കൂടുതൽ. മുളകൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് വെറൈറ്റീസ് ഓഫ് മരങ്ങളാണ് രണ്ട് സൈഡിൽ. ഇപ്പം ഇവർ ഈ സൈഡെല്ലാം തെളിച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇനിയിപ്പം വേനൽക്കാലമല്ലേ, നല്ലതായിട്ട് തീ കയറും. ആരെങ്കിലുമൊക്കെ തീ ഇങ്ങനെ ഇട്ടിട്ട് പോകും, അതങ്ങ് പടർന്ന് കയറി നമ്മുടെ വനം അങ്ങ് നശിക്കും. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡും ബൗണ്ടറി തെളിക്കുക എന്ന് പറയും. ബൗണ്ടറി തെളിച്ച് വെക്കും കേട്ടോ. അതാണ് ഈ രണ്ട് സൈഡും ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. ഇവിടൊക്കെ ഏകദേശം കാണണം. കണ്ടോ, വലിയ മരങ്ങളാണ്. ആകാശം തന്നെ കാണാൻ നല്ല രസമുണ്ട്. വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട്. കാട് കഴിഞ്ഞ് ഇനി നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ തണ്ണിത്തോട് കാടായിരുന്നേ. തണ്ണിത്തോടായിരുന്നോ ചിറ്റാറുകാടായിരുന്നോ കേട്ടോ? ചിറ്റാറുകാടായിരുന്നു. ഇനി തണ്ണിത്തോട്, കോന്നി, അങ്ങനെ 2-3 കാടുണ്ട്. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചിറ്റാറ് കാട്ടിൽ നിന്ന് തണ്ണിത്തോട് സിറ്റിയിലേക്ക് ഇറങ്ങി ഇനി അടുത്ത കാട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ദാ കയറി കഴിഞ്ഞിരിക്കുന്നു.